നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മണക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പാലിയേറ്റീവ് കുടുംബ സംഗമവും ഓണക്കോടി ഓണക്കിറ്റ് വിതരണവും നടത്തി. ചിറ്റൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സാഹിത്യവേദി വാർഷികാഘോഷം തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്നു. വാർഷികാഘോഷ സമ്മേളനം എഴുത്തുകാരനും സഞ്ചാരിയും പ്രഭാഷകനുമായ CA ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇക്കുറി പുളിമൂട്ടിൽ സിൽക്സ് ശതാബ്ദി വർഷത്തെ ഓണം ആഘോഷിക്കുകയാണ്. 100 വർഷം മുമ്പ് തൊടുപുഴയിൽ തുടക്കമിട്ട ആ പാരമ്പര്യം കൂടുതൽ ഇഴചേർത്ത് മുന്നേറുമ്പോൾ ഉപഭോക്താക്കൾക്കൊപ്പമാണ് പുളിമൂട്ടിൽ സിൽക്സ്. JCI തൊടുപുഴ ഗ്രാൻഡിന്റെ ആഭിമുഖ്യത്തിൽ മിന്നൽ സൈക്കിൾസും ലൂണാർ ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന മഴവിൽ മിന്നൽ പദ്ധതിയിലൂടെ യാത്രാക്ലേശം അനുഭവിക്കുന്ന അർഹതപ്പെട്ട 17 കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം സിനിമാ താരം ജാഫർ ഇടുക്കി നിർവഹിച്ചു. വാരപ്പെട്ടി സഹകരണ ബാങ്കിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി VN വാസവൻ നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മണക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പാലിയേറ്റീവ് കുടുംബ സംഗമവും ഓണക്കോടി ഓണക്കിറ്റ് വിതരണവും നടത്തി. ചിറ്റൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഉദ്ഘാടന യോഗത്തിന് ശേഷം പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറ്റൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ പാലിയേറ്റീവ് കുടുംബ സംഗമവും ഓണക്കോടി ഓണക്കിറ്റ് വിതരണവും നടത്തി. സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പരിശോധിക്കുമ്പോഴും ആളുകളുടെ ആരോഗ്യരംഗം അനുദിനം താഴേക്ക് വരുമ്പോഴാണ് ആരോഗ്യരംഗത്തേക്ക് കൂടുതൽ സ്ഥാപനം ഉയർന്നു വരുന്നത്. പക്ഷെ അവരെയൊക്കെ നമുക്ക് പരിചരിക്കാൻ ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ അത് ഗവൺമെന്റ് തലത്തിലും അതുപോലെ കേന്ദ്ര സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ത്രിതല പഞ്ചായത്ത് തലത്തിലും ഒക്കെ അതിനാവശ്യമായ തുക വകയെത്തിക്കൊണ്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സമയത്ത് ഏകദേശം 30 താഴെയായിരുന്നു ഒരാളുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിന്ന് കൂടിക്കൂടി 75 വരെയൊക്കെ ആണ് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലുള്ള വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുകയും ചെയ്തു. അതുപോലെ യങ് ജനറേഷൻ എല്ലാവരും ഇവിടെ നിൽക്കാതെ പുറത്തേക്ക് പോകുന്ന പ്രവണതകൾ വന്നപ്പോൾ വീട്ടിൽ തനിച്ചു കഴിയുന്ന അച്ഛനമ്മമാരുടെ എണ്ണം വളരെയധികം കൂടി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ടോണി കുര്യാക്കോസ്, ജീന അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ജോർജ്, A ജയൻ, അംഗങ്ങളായ TC ജോബ്, ഡോക്ടർ റോഷ്നി ബാബുരാജ്, ജോമോൻ ഫിലിപ്പ്, M മധു, ഓമന ബാബു, VB ദിലീപ് കുമാർ, ദാമോദരൻ നമ്പൂതിരി, തൊടുപുഴ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ, SHIമാരായ ശ്രീനി, ടിജി, പാലിയേറ്റീവ് നഴ്സ് ഷിജു മനോജ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന യോഗത്തിന് ശേഷം പാലിയേറ്റീവ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മണക്കാട്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പമ്പ് ഹൗസിന് ഭീഷണിയായി മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു. പമ്പ് ഹൗസിന്റെ അടിത്തറയോട് ചേർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞു താഴ്ന്നത്. നിർമ്മാണ ഘട്ടത്തിലെ അപാകതയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിദഗ്ധ പരിശോധന ആരംഭിച്ചു.
ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിന് അടിവാരത്തുള്ള പമ്പ് ഹൌസിന്റെ പിന്നിലെ അടിത്തറയോട് ചേർന്നാണ് മണ്ണിടിഞ്ഞു താഴ്ന്നത്. ഏതാനും മീറ്റർ ആഴത്തിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ക്വാർട്ടേഴ്സിലേക്കും അടക്കം വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ പമ്പ് ഹൌസിൽ നിന്നുമാണ്. പമ്പ് ഹൌസിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തത് മൂലമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവിടുത്തെ കുട്ടികൾക്കും ജീവനക്കാർക്കുമായി വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസിൻ്റെ അടിത്തറ ഇളകി കെട്ടിടം അപകടാവസ്ഥയിലായിരിക്കുകയാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് കെട്ടിടം തകരാൻ കാരണം ഉറപ്പുള്ള പ്രതലത്തിൽ നിന്ന് കെട്ടിടത്തിൻ്റെ തറ പണിയുന്നതിന് പകരം ലൂസ് മണ്ണിൻ്റെ മുകളിൽ ബീം പണിത് അതിന് മുകളിൽ തറ പണിത് കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ലൂസ് മണ്ണിൻ്റെ മുകളിൽ പണിയാൻ പാടില്ല എന്നുള്ളത് ഏത് എഞ്ചിനീയർക്കും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും അറിയാം. ഇതിനെല്ലാം മറികടന്ന് ഒരു കുഴിയിൽ വെള്ളച്ചെനപ്പുള്ള സ്ഥലത്ത് ഉറപ്പില്ലാത്ത സ്ഥലത്ത് പമ്പ് ഹൗസ് പണിതാണ് നിർമ്മാണത്തിൽ അപാകത വന്നിരിക്കുന്നത്. ഈ മേഖലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ പെയ്തിറങ്ങിയത്. ഇതും മണ്ണിടിയാൻ കാരണമായി പറയപ്പെടുന്നു. സംഭവത്തിൽ പരിശോധന ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ സാഹിത്യവേദി 24ാം വാർഷികാഘോഷം തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്നു. വാർഷികാഘോഷ സമ്മേളനം എഴുത്തുകാരനും സഞ്ചാരിയും പ്രഭാഷകനുമായ CA ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സാഹിത്യവേദി പ്രസിഡന്റ് മധു പത്മാലയം അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും ഗ്രന്ഥകാരനുമായ KR സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ സാഹിത്യവേദി 24ാം വാർഷികാഘോഷം തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്നു. വാർഷികാഘോഷ സമ്മേളനം എഴുത്തുകാരനും സഞ്ചാരിയും പ്രഭാഷകനുമായ CA ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പല സംഘടനകളും തുടങ്ങിയാല് കുറച്ചു നാളൊക്കെ പ്രവർത്തിക്കും, പിന്നെ അത് മറന്നു പോവുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മങ്ങിപ്പോയി. അതിനെല്ലാം ഉപരിയായിട്ട് ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലത്തോളം ഒരു സംഘടന പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. സത്യത്തിൽ അതിന്റെ പിന്നില് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇച്ഛാശക്തിയെയും കർമ്മശേഷിയെയും നമുക്ക് ആദരിക്കാതെ വയ്യ, കണ്ടില്ല എന്ന് നടിക്കേണ്ടി. ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യത്തെ കുറിച്ച്. അതുകൊണ്ട് എന്താണ് ഈ സാഹിത്യം എന്ന് പറയുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ ലിറ്ററേച്ചർ? അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് സാഹിത്യ ലോകത്തിലെ പല മഹാരഥന്മാരെയും എടുത്ത് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ, ഇംഗ്ലീഷ് സാഹിത്യ ലോകത്തിൽ. അത് MA ക്ലാസ്സുകളിലും BA ക്ലാസ്സുകളിലുമൊക്കെ സാഹിത്യം ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് W.H. ഹഡ്സൺ. വില്യം ഹെൻറി ഹഡ്സൺ എന്നാണ് അദ്ദേഹത്തിന്റെ മുന്നിലെ. സാഹിത്യത്തെ കുറിച്ച് കേട്ടിട്ടുള്ള ആൾക്കാർക്ക്, അത് ആസ്വദിക്കാൻ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് W.H. ഹഡ്സൺ, വില്യം ഹെൻറി ഹഡ്സൺ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, An Introduction to the Study of Literature. സാഹിത്യ പഠനത്തിന് ഒരു ആമുഖം. പല ആൾക്കാരും സാഹിത്യത്തെ അവരവരുടെ മനോധർമ്മം അനുസരിച്ച്. തൊടുപുഴ സാഹിത്യവേദി പ്രസിഡന്റ് മധു പത്മാലയം അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും ഗ്രന്ഥകാരനുമായ KR സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. സമിതിയിലെ മുതിർന്ന അംഗങ്ങളായ SB പണിക്കർ, സിസിലിയാമ്മ പെരുമ്പനാനി, ഇന്ദിര രവീന്ദ്രൻ, അച്ചമ്മ തോമസ്, കല്യാണി വാസുദേവൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സാഹിത്യവേദി സെക്രട്ടറി N. ബാലചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ആരതി ഗോപാൽ, മുണ്ടമറ്റം രാധാകൃഷ്ണൻ, രാജൻ തെക്കുംഭാഗം, SG ഗോപിനാഥൻ, VK സുധാകരൻ, ശശികല സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ ദേശീയ അധ്യാപക ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ ബ്രാഞ്ച് ചീഫ് മാനേജർ ദിവ്യ KR, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CB K ചോടിനെ പൊന്നാട അണിയിച്ചു. തുടർന്ന് ഉപഹാരങ്ങൾ കൈമാറി അധ്യാപക ദിന സന്ദേശവും നൽകി. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ ദേശീയ അധ്യാപക ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ ബ്രാഞ്ച് ചീഫ് മാനേജർ ദിവ്യ KR, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CB.K. ജോണിനെ പൊന്നാടി അണിയിച്ചു. തുടർന്ന് ഉപഹാരങ്ങൾ കൈമാറി അധ്യാപക ദിന സന്ദേശവും നൽകി. ചടങ്ങിന്റെ ഭാഗമായി ഡോക്ടർ S. രാധാകൃഷ്ണന്റെ പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CB.K. ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിനോ വാഴച്ചാലിൽ ആശംസ നേർന്നു. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കൂടാതെ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾ അധ്യാപകരായി വിവിധ തലങ്ങളിൽ ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. The answer is the hidden gift in the hands of the teachers, nothing but the blessing. So this is something special for the teachers. Is whatever students, whatever category is being in. But if the teacher is giving a guidance as well as his spiritual support to the student, that will be the great gift. But that can be realized not now, but after 2 years back. That's why we can see some reels and some videos that some students are after years getting a job. ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇക്കുറി പുളിമൂട്ടിൽ സിൽക്സ് ശതാബ്ദി വർഷത്തെ ഓണം ആഘോഷിക്കുകയാണ്. 100 വർഷം മുമ്പ് തൊടുപുഴയിൽ തുടക്കമിട്ട ആ പാരമ്പര്യം കൂടുതൽ ഇഴചേർന്ന് മുന്നേറുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഒപ്പമാണ് പുളിമൂട്ടിൽ സിൽക്സ്. ആഘോഷവേളയിൽ 2000 രൂപയ്ക്ക് തുണിത്തരം വാങ്ങുമ്പോൾ 100 രൂപ ഇളവ് നൽകിയാണ് ആഘോഷത്തെ കൂടുതൽ വർണ്ണാഭമാക്കുന്നത്. ഇക്കുറി പുളിമൂട്ടിൽ സിൽക്സ് ശതാബ്ദി വർഷത്തെ ഓണം ആഘോഷിക്കുകയാണ്. 100 വർഷം മുൻപ് തൊടുപുഴയിൽ തുടക്കമിട്ട ആ പാരമ്പര്യം കൂടുതൽ ഇഴചേർത്ത് മുന്നേറുമ്പോൾ ഉപയോക്താക്കൾക്കൊപ്പമാണ് പുളിമൂട്ടിൽ സിൽക്സ്. ആഘോഷവേളയിൽ 2000 രൂപയ്ക്ക് തുണിത്തരം വാങ്ങുമ്പോൾ 100 രൂപ ഇളവ് നൽകിയാണ് ആഘോഷത്തെ കൂടുതൽ വർണ്ണാഭമാക്കുന്നത്. ഓണം ആഘോഷിക്കാൻ പുളിമൂട്ടിൽ സിൽക്സ് ഒരുങ്ങിയതായി മാനേജിംഗ് പാർട്ണർമാരായ ജോമിൻ റോയ്, ഷോൺ റോയ് എന്നിവർ BBC ന്യൂസിനോട് പറഞ്ഞു. എല്ലാവർക്കും ഈ 100ാം വർഷത്തിലേക്ക്, ഈ 100ാം ഓണം ഞങ്ങളുടെ ഈ സെലിബ്രേഷനിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയം, ഈ 100ാം വർഷത്തിലേക്ക്, ഇപ്പോൾ ഈ ഓണത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് നല്ല സെലക്ഷനോട് കൂടി നമുക്ക് ഈ ഓണത്തിലേക്ക് നമുക്ക് നല്ല സാധനങ്ങൾ നമുക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട്. ഹാപ്പി ഓണം. ഈ വർഷം നമ്മുടെ 100th ഇയർ ഓഫ് ഓണമാണ്. 1924 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 100ാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെ. അതുപോലെ എല്ലാ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ സെലക്ഷൻ നമുക്ക് ഈ വർഷം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ വർഷത്തെ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ റെഡിമെയ്ഡ്സിലാണെങ്കിലും സാരീസിലാണെങ്കിലും എല്ലാത്തിനകത്ത് നമുക്ക് കുറേ യൂണീക്ക് വെറൈറ്റി ഓഫ് ഡിസൈൻസ് നമുക്ക് ഇപ്രാവശ്യം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ വെഡ്ഡിങ് സീസൺ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ വെഡ്ഡിങ് കളക്ഷൻസിലേക്കുള്ള സാരീസ്, പിന്നെ ലെഹങ്ക, സൂട്ട്, അങ്ങനെ എല്ലാത്തിനും നമുക്ക് കുറേ വെറൈറ്റീസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. ഹാപ്പി ഓണം. അതോടൊപ്പം നമുക്ക് സെറ്റ് സാരിയിൽ കളക്ഷൻസ്, നല്ല വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സെറ്റ് മുണ്ടിലുമുണ്ട്, നമുക്ക് സെറ്റ് മുണ്ട്, പിന്നെ പട്ടുപാവാട, അങ്ങനെ നല്ല നല്ല വിവിധ കളക്ഷൻസ് ആയിട്ട് നമ്മളിപ്പോൾ നല്ല കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏവർക്കും പുളിമൂട്ടിൽ സിൽക്സിലേക്ക് സ്വാഗതം. ധാവണിയും കസവ് സാരിയിലുമുള്ള വൈവിധ്യം മറ്റാർക്കും അവകാശപ്പെടാനാവില്ല.
റെഡി ടു വെയർ രീതി ഇക്കുറി കസവ് സാരിയിൽ എത്തിച്ചിരിക്കുന്നു. റെഡി ടു വെയർ ബ്ലൗസുകൾ കുറഞ്ഞ ബജറ്റിൽ ലഭ്യമാണ്. 600 രൂപ നിരക്കിൽ ഇവ ലഭിക്കും. സാരിയും സെറ്റുമുണ്ടും കഴിഞ്ഞാൽ പ്രിയം ഡിസൈനർ വെയറുകളാണ്. ഇതിനാവശ്യമായ ജോർജറ്റ് ടിഷ്യൂ തുണിത്തരങ്ങളിലെ വൈവിധ്യമാണ് മറ്റൊന്ന്. സെറ്റ് സാരിക്ക് ആവശ്യമായ കടുനിറങ്ങളിൽ മാത്രമല്ല ഇളം നിറങ്ങളിലും ഇത്തരം തുണികൾ ലഭ്യമാണ്. ഒപ്പം വെള്ള, ഓഫ് വൈറ്റ് നിറങ്ങളും. പല നിറമുള്ള ഇത്തരം തുണികളിൽ ചുരിദാറുകൾ, ഉടുപ്പുകൾ എന്നിവ ഇഷ്ടാനുസരണം തയ്ച്ചെടുക്കാം. ഓണത്തിന് മാത്രമല്ല മറ്റ് വിശേഷാവസരങ്ങളിലും ഇവ ഉപയോഗിക്കുകയും ചെയ്യാം. മുണ്ടുകളിൽ ചുട്ടിക്കര കേരളത്തിന്റെ പൈതൃകം ഒട്ടും ചോർന്നു പോകാതെയുള്ള ചുട്ടിക്കരകളെ അതിന്റെ തനിമയോടെ അവതരിപ്പിക്കുന്ന മുണ്ടുകളാണ് ഓണത്തിന്റെ ഹൈലൈറ്റ്. ചെറിയ പ്രിന്റുള്ള ജുബ്ബയും അതിന് ചേരും വിധമുള്ള മുണ്ടുകളുമാണ് മറ്റൊരു സ്പെഷ്യൽ. വെള്ള, ഓഫ് വൈറ്റ് നിറത്തിൽ ഇവ ലഭ്യമാണ്. മുണ്ടുകളിൽ സ്വർണം, വെള്ളി, കോപ്പർ കസവും ചേർത്തിരിക്കുന്നു. ഉത്സവത്തെ ഓർമ്മിപ്പിക്കുന്ന മയിൽപീലി, ഓടക്കുഴൽ എന്നിവ പെയിന്റ് ചെയ്ത ഷർട്ടുകളും മുണ്ടുകളും ഇവിടെ ലഭ്യമാണ്. ഓണാഘോഷത്തിൽ താരങ്ങളാകുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഓണവസ്ത്രങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 1 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള പാവാട, ഉടുപ്പ്, ജുബ്ബ, കുട്ടിമുണ്ട് എന്നിവ ലഭ്യമാണ്. പെൺകുട്ടികൾക്ക് ആവശ്യമായ പട്ടുപാവാട തുണികളും ലഭ്യമാണ്. ഏതുകാല ആഘോഷങ്ങൾക്കും ഉപയോഗിക്കാൻ തക്ക കോട്ടൺ തുണികളുടെ ശേഖരമാണ് മറ്റൊന്ന്. അജ്രക്, ജയ്പൂർ കോട്ടൺ തുണിത്തരങ്ങൾക്ക് പുറമെ വേറിട്ട സിൽക്ക് വസ്ത്രങ്ങളുടെ നിരയുമുണ്ട്. ഓണം അടുത്തതോടെ തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സിൽ നല്ല തിരക്ക് അനുഭവപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. JCI തൊടുപുഴ ഗ്രാന്റിന്റെ ആഭിമുഖ്യത്തിൽ മിന്നൽ സൈക്കിൾസും ലൂണാർ ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന മഴവിൽ മിന്നൽ പദ്ധതിയിലൂടെ യാത്രാക്ലേശം അനുഭവിക്കുന്ന അർഹതപ്പെട്ട 17 കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം സിനിമാ താരം ജാഫർ ഇടുക്കി നിർവഹിച്ചു. JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് അധ്യക്ഷത വഹിച്ചു. JCI തൊടുപുഴ ഗ്രാന്റിന്റെ ആഭിമുഖ്യത്തിൽ മിന്നൽ സൈക്കിൾസും ലൂണാർ ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന മഴവിൽ മിന്നൽ പദ്ധതിയിലൂടെ യാത്രാക്ലേശം അനുഭവിക്കുന്ന അർഹതപ്പെട്ട 17 കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം സിനിമാ താരം ജാഫർ ഇടുക്കി നിർവഹിച്ചു. കാര്യങ്ങളൊക്കെ ചെയ്തു പല സ്ഥലത്ത് നിന്നിട്ട് അങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് കിടക്കും. നമുക്ക് നമ്മളുടെ വീട്ടിൽ അരി മേടിക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടാകില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ സാധനം കണ്ടിട്ടില്ല. ഈ സൈക്കിൾ എന്ന് പറയുന്ന സാധനം 1 or 2 ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്കാർക്കും തരുവുമില്ല, തൊടിയിക്കില്ല, വെളിച്ചെണ്ണം തൂത്ത് എവിടെയെങ്കിലും വെക്കും. അങ്ങനെ ഇത് ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടെ കുറേ അങ്ങ് നടന്ന് ഓടി വീണ് അവൻ സൈക്കിളും ചവിട്ടി പോകും, നമ്മൾ വീണിട്ട് തിരിച്ചും വരും. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ 50 പൈസ വാടകയ്ക്ക് സൈക്കിൾ കൊടുക്കുന്നിടത്ത് പോയി അതെടുത്തുകൊണ്ട് വന്നാൽ തിരിച്ചു കൊടുക്കുമ്പോൾ കാർന്നൂർ വന്ന് 5 രൂപ കൊടുത്ത് തിരിച്ചേൽപ്പിക്കേണ്ടി വരും. അതും ഇതൊക്കെ ചവിട്ടി പിടിച്ച് പറിച്ച് കളഞ്ഞ്. അപ്പോൾ ഇപ്പോഴുള്ള ഈ കുട്ടികൾക്ക് ദൈവം, ഈ മാഡം പറഞ്ഞ ദൈവം കനിഞ്ഞ് തന്നിരിക്കുന്ന അനുഗ്രഹമാണിത്. JCI ഗ്രാൻഡ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് അധ്യക്ഷനായ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ലൂണാർ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർ ടീന ജൂബി, മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ, കൗൺസിലർമാരായ ബിന്ദു പത്മകുമാർ, നീനു പ്രശാന്ത്, സജ്മി ഷിംനാസ്, ദീപക് കെ, BBC ന്യൂസ് ചെയർമാൻ സാബു നെയ്ശ്ശേരി, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, നവാസ് CK, പ്രജീഷ് രവി, മിന്നൽ സൈക്കിൾസ് മാനേജിംഗ് പാർട്ണർമാരായ ഷിജു ചാലക്കൽ, ബിജോയ് കരിന്തോളിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ വാരപ്പെട്ടി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടത്തുമെന്ന് ബാങ്ക് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K ബിജുകുമാർ, ഷിബു വർക്കി, VK റിജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി VN വാസവൻ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും.
ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിക്കും. വാരപ്പെട്ടി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിക്കും. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, പഞ്ചായത്ത് അംഗം ശ്രീകല C, സഹകരണ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരായ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ, ബിന്ദു മേനോൻ, അജീഷ് ബാലു, മുഹമ്മദ് ഷഫീഖ് PS, ദാസ് PG, താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KK ശിവൻ, മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ MG രാമകൃഷ്ണൻ, V ദിവാകരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ്, ഷാജി വർഗീസ്, MB വർഗീസ്, റഹീം AP, റെജിൻ അപ്പു, EM സേവ്യർ, മാത്യു PT, നിസാർ EA, സൂരജ് S, പഞ്ചായത്ത് പരിധിയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരായ ഹാൻസി പോൾ, നിർമ്മല മോഹൻ, KC അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിക്കും. വാരപ്പെട്ടി സഹകരണ ബാങ്ക് സെക്രട്ടറി TR സുനിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. ബാങ്ക് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ നന്ദിയും പറയും. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച 9-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനാദരണീയനായ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അവർ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ കോതമംഗലത്തിൻ്റെ ആരാധനായ MLA ശ്രീമാൻ ആന്റണി ജോൺ അവർ അതിൻ്റെ അധ്യക്ഷത വഹിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 115 കോടി രൂപയ്ക്ക് ഓളം അടുത്ത് അതിൻ്റെ നിക്ഷേപവും 100 കോടിയോളം രൂപ നമ്മൾ വായ്പയും നൽകിയിട്ടുണ്ട്. ബാങ്ക് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സഹകരണ സംഘം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ പാവപ്പെട്ട കർഷകരായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള ജനവിഭാഗത്തിന് അവർക്ക് ഉപയുക്തമാകുന്ന തരത്തിലേക്ക് ആ ബാങ്കിൻ്റെ ഇടപാടുകൾ മാറ്റി തീർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കാർഷിക മേഖലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്കും കർഷകർക്കും അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവരുടെ കാർഷിക വിളകൾക്ക് മൂല്യവർദ്ധിതമായിട്ട് അതിൻ്റെ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ബാങ്ക് കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോതമംഗലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K ബിജുകുമാർ, ഷിബു വർക്കി, VK റെജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. 8 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളയാങ്കുടി റോഡിൽ പ്രവർത്തിക്കുന്ന തവി ഹോട്ടലിൽ നിന്നും ചോറ്, മീൻകറി, ചെറുകടികൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. പരിശോധനയിൽ നിരവധി ഹോട്ടലുകളിൽ കയറിയെങ്കിൽ പോലും അത്യാവശ്യം നല്ല കുറച്ച് അധികം ഹോട്ടലുകളിൽ വളരെ കുറച്ച് ഹോട്ടലുകളിൽ ചെറിയ അത്യാവശ്യം പ്രശ്നങ്ങൾ കാണപ്പെട്ടു. പഴകിയ കുറച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് ബാലൻസ് വെച്ചിരുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഹോട്ടലിൻ്റെ വൃത്തി, ശുചീകരണമാണ് നമ്മളിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പരിശോധിച്ചത്. അപ്പോൾ അതിൽ അപാകതകൾ കണ്ട ഹോട്ടലുകൾക്ക് നമ്മൾ ലൈസൻസ് അവരുടെ നോട്ടീസ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത നിരവധി സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് നോട്ടീസ് നൽകും. ആരോഗ്യ വിഭാഗം നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി പരിശോധനകൾ നടത്തുന്നുണ്ട്. കട്ടപ്പന വള്ളക്കടവ് ഭാഗത്തെ അപ്പൂസ് ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെതിരെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പ്രവർത്തനം തുടർന്നതോടെ ഈ ഹോട്ടലിനെതിരെ നടപടിയെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ ഏലത്തിന്റെ ശരങ്ങൾ മോഷ്ടിച്ചു കടത്തി. തോണിത്തടി വരിക്കാനിക്കൽ മാമച്ചന്റെ പുരയിടത്തിലെ ഏലക്ക വിളവെടുക്കാറായ ശരങ്ങളാണ് വലിച്ചു പറിച്ചു കൊണ്ടുപോയത്. ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു ചാക്ക് ശരങ്ങൾ സമീപത്തു നിന്ന് ലഭിച്ചു. മാമച്ചൻ ഉപ്പുതറ പോലീസിൽ പരാതിയും നൽകി. മനോജ് മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. അയ്യപ്പൻകോവിൽ തോണിത്തടിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏലത്തിന്റെ ശരങ്ങൾ മോഷ്ടിച്ചത്. ചെടികളിൽ നിന്നും ശരങ്ങൾ വലിച്ചു പറിച്ചെടുക്കുകയായിരുന്നു. പറിച്ചെടുത്ത ശരങ്ങൾ ചാക്കിൽ കെട്ടിയാണ് കടത്തിയത്. ഒരു ചാക്ക് ശരം ഏലത്തോട്ടത്തിന് സമീപത്തെ റോഡിൽ കാടിനുള്ളിൽ നിന്നും ലഭിച്ചു. സമീപവാസികളാണ് കാടിനുള്ളിൽ ശരത്തോടു കൂടി ചാക്ക് കണ്ടത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഏലത്തിന്റെ ശരങ്ങൾ മോഷണം പോയത് മാമച്ചനും കുടുംബാംഗങ്ങളും അറിയുന്നത്. 100ഓളം ചെടികളിൽ നിന്നും ശരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏലക്കായി വിളവെടുക്കാറായ ശരങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് വെളുപ്പിനെ രാവിലെ എന്തോ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് സാധാരണ പോകുന്നത്. ഇന്ന് ഞാൻ പറമ്പിലിറങ്ങിയില്ല. ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയൽവാസി ഒരാളാണ് പറഞ്ഞത് വീടിൻ്റെ താഴെ ഒരു ചാക്കയിട്ട് ആ തേലക്കായിരിക്കുന്നു. മാമച്ചൻ്റെ ആണോയെന്ന് ചോദിച്ചു. ഞാൻ വന്ന് നോക്കിയപ്പം ചാക്കിനകത്തെ കാ കണ്ടു.
എന്തേലും ഉണ്ടെന്നോ ബാക്കി കൊണ്ടുപോയതാണോ എന്നൊന്നും അറിയത്തില്ല. അതിലും പറമ്പിൽ കയറി നോക്കിയപ്പം ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് നല്ല ചരവുള്ള നോക്കി മാത്രം വലിച്ചു പറിച്ച് എടുത്തതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എന്തേലും കൊണ്ടുപോയിട്ടുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഓണം കഴിഞ്ഞ് വിളവെടുക്കാനിരുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കായ് വിളയാൻ ഈ വർഷം വൈകിയിരുന്നു. അതാണ് കായ് എടുക്കാതിരുന്നത്. 10,000 രൂപയുടെ ഏലക്കായ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്ത് ആദ്യമായാണ് ശരങ്ങൾ മോഷണം പോകുന്നത്. വേനലിൽ കരിഞ്ഞുണങ്ങിയ ചെടികളെ പരിപാലിച്ച് വിളവെടുക്കാറായപ്പോൾ ശരങ്ങൾ നഷ്ടപ്പെട്ടത് മാമച്ചനെ കടക്കെണിയിലാക്കിയിരിക്കുകയാണ്. ശരമോഷണത്തെ തുടർന്ന് മാമച്ചൻ ഉപ്പുതറ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന നഗരസഭയുടെ മാംസ വിൽപ്പനശാല പ്രവർത്തിക്കുന്ന കെട്ടിടം അടച്ചുപൂട്ടുവാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മാധ്യമപ്രവർത്തകനായ ബിജു വൈശംപറമ്പിൽ അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖേന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കളക്ടറുടെ ഉത്തരവ്. കട്ടപ്പന നഗരസഭയുടെ മാംസ വിൽപ്പനശാല പ്രവർത്തിക്കുന്ന കെട്ടിടം അടച്ചുപൂട്ടുവാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മാധ്യമപ്രവർത്തകനായ ബിജു വൈശംപറമ്പിൽ അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖേന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കളക്ടറുടെ ഉത്തരവ്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തകർന്നു വീഴാറായ ബഹുനില കെട്ടിടത്തിൽ മാംസ വിൽപ്പനശാലയും മറ്റു വ്യാപാരികളും പ്രവർത്തിക്കുന്നത് തൊഴിലാളികൾക്കുൾപ്പെടെ അപകടകരം എന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് അംഗീകരിച്ച ഹൈക്കോടതി നഗരസഭാ സെക്രട്ടറിയോട് ഹർജിക്കാരനെ കേട്ട് നടപടിയെടുക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഹർജിക്കാരനെ കേട്ടെങ്കിലും മുടന്തൻ ന്യായങ്ങൾ നിർത്തി നഗരസഭ നടപടി വൈകിപ്പിച്ചു. ഇതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടറോട് ഹർജിക്കാരനെയും എതിർകക്ഷികളായ നഗരസഭാ സെക്രട്ടറിയെയും കരാറുകാരനായ ബേബി മത്തായിയെയും കേൾക്കുവാൻ ഉത്തരവ് നൽകുകയായിരുന്നു. ഇവരെ കേട്ട ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന് പരിശോധനാ ചുമതല നൽകി. ഇവരുടെ പരിശോധനയിൽ ഹർജിക്കാരന്റെ വാദം ശരിയാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം പൂട്ടുവാൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ മാംസ വിൽപ്പന നടത്തിവരുന്ന കെട്ടിടം പൂട്ടുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാംസ വിൽപ്പനശാല മാറ്റി പ്രവർത്തിക്കണമെന്നും ഈ മാസം 4-ന് ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് നിലവിൽ വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാംസവിൽപ്പന അതേ കെട്ടിടത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച കോടതി അലക്ഷ്യ നടപടികളുമായി ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ഹർജിക്കാരന്റെ തീരുമാനം. മാംസവിൽപ്പനശാലയ്ക്കെതിരെയല്ല തന്റെ പരാതിയെന്നും ഇത്തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമെന്നും നിലവിലെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയാണ് കോടതി വഴി തെളിയിച്ചതെന്നും ഇവിടെ നിന്ന് മാറ്റി നിയമപരമായ മറ്റെവിടെ പ്രവർത്തിക്കുന്നതിനും തനിക്ക് പരാതിയില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റോഡിലെ കുഴിയിൽ പ്രതിഷേധ സൂചകമായി ലോങ് ജമ്പ് മത്സരം നടത്തി AIYF. മൂന്നാർ സൈലന്റ് വാലി, മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരവുമായി പ്രവർത്തകർ രംഗത്തെത്തിയത്. പഴയ മൂന്നാർ ലക്ഷ്മി ജംഗ്ഷനിൽ നടന്ന സമരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു. റോഡിലെ കുഴിയിൽ പ്രതിഷേധ സൂചകമായി ലോങ് ജമ്പ് മത്സരം സംഘടിപ്പിച്ചാണ് AIYF പ്രതിഷേധം അറിയിച്ചത്. മൂന്നാറിലെ സൈലന്റ് വാലി, മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരവുമായി AIYF പ്രവർത്തകർ രംഗത്തെത്തിയത്. പഴയ മൂന്നാർ ലക്ഷ്മി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു. 3.5 കോടി രൂപയുടെ മൂല്യത്തിൽ നമ്മുടെ മുമ്പിൽ കുളമാണോ റോഡാണോ എന്നറിയാത്തൊരു സ്ഥിതി നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ഈ ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മൂന്നാറിന്റെ ഒരു കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്കറിയാം, എപ്പോഴും മഴ പെയ്യുന്ന, മഞ്ഞ് പെയ്യുന്ന, തണുപ്പുള്ള റോഡുകളിൽ വെള്ളം തളം കെട്ടിക്കിടക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും ടാറിംഗ് ജോലികൾ ഇത്തരത്തിലുള്ള റോഡിൽ ചെയ്താൽ നിലനിൽക്കുകയില്ല എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം അല്ലെങ്കിൽ കരാറുകാർക്കടക്കം എസ്റ്റിമേറ്റ് എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കടക്കം അറിയാൻ കഴിവുള്ളതാണ്. AIYF മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തമിഴരശൻ അധ്യക്ഷനായി. റോഡിലെ കുഴികളിൽ നടന്ന മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാട്ടുപ്പെട്ടി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ അപ്പു 1-ാം സ്ഥാനം നേടി. റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഉദ്യോഗസ്ഥർ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും AIYF നേതാക്കൾ ആവശ്യപ്പെട്ടു. CPI നേതാക്കളായ P. പള്ളിവേൽ, T. ചന്ദ്രപാൽ, GN ഗുരുനാഥൻ, G. മോഹൻകുമാർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. പുനർനിർമ്മാണം പൂർത്തിയാക്കി 3 മാസത്തിനകം സൈലന്റ് വാലി റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. MLA ഫണ്ടിൽ നിന്നും 6 കോടി രൂപ ചെലവഴിച്ചാണ് 19.5 കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം അധികം താമസിയാതെ ലക്ഷ്മി റോഡും പൂർണ്ണമായും തകർന്നു. ഇതിനെതിരെ CPIയും പോഷക സംഘടനകളും നിരവധി തവണ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഫലം കാണാതെ വന്നതോടെയാണ് ലോങ് ജമ്പ് സമരവുമായി AIYF രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.
പഞ്ചായത്ത് ഓഫീസിൽ ഇനി അപേക്ഷിക്കേണ്ട രേഖകൾ കിട്ടും. മാങ്കുളം പഞ്ചായത്ത് ഓഫീസിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഫോമുകളിൽ അപേക്ഷിക്കുന്നു, തരുമാറാകണം, താഴ്മയോടെ തുടങ്ങിയ വാക്കുകൾ വേണ്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. പകരം ആഗ്രഹിക്കുന്നു, ആവശ്യമുള്ള, ആവശ്യപ്രകാരം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം. മാങ്കുളം പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഫോമുകളിൽ അപേക്ഷിക്കുന്നു, തരുമാറാകണം, താഴ്മയോടെ തുടങ്ങിയ വാക്കുകൾ വേണ്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടു. പകരം ആഗ്രഹിക്കുന്നു, ആവശ്യമുള്ള, ആവശ്യപ്രകാരം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം. അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റുകൾ, മറ്റു രേഖകൾ തുടങ്ങിയ നൽകേണ്ടത് സ്ഥാപനത്തിന്റെ കടമ ആയതിനാലാണ് ഇത്തരമൊരു തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന കൈക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്നും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് അനിൽ ആന്റണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. മണക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പാലിയേറ്റീവ് കുടുംബ സംഗമവും ഓണക്കോടി, ഓണക്കിറ്റ് വിതരണവും നടത്തി. ചിറ്റൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സാഹിത്യവേദി വാർഷികാഘോഷം തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്നു. വാർഷികാഘോഷ സമ്മേളനം എഴുത്തുകാരനും സഞ്ചാരിയും പ്രഭാഷകനുമായ CA ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇക്കുറി പുളിമൂട്ടിൽ സിൽക്സ് ശതാബ്ദി വർഷത്തെ ഓണം ആഘോഷിക്കുകയാണ്. 100 വർഷം മുമ്പ് തൊടുപുഴയിൽ തുടക്കമിട്ട ആ പാരമ്പര്യം കൂടുതൽ ഇഴചേർത്ത് മുന്നേറുമ്പോൾ ഉപഭോക്താക്കൾക്കൊപ്പമാണ് പുളിമൂട്ടിൽ സിൽക്സ്. JCI തൊടുപുഴ ഗ്രാൻഡിന്റെ ആഭിമുഖ്യത്തിൽ മിന്നൽ സൈക്കിൾസും ലൂണാർ ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന മഴവിൽ മിന്നൽ പദ്ധതിയിലൂടെ യാത്രാക്ലേശം അനുഭവിക്കുന്ന അർഹതപ്പെട്ട 17 കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം സിനിമാ താരം ജാഫർ ഇടുക്കി നിർവഹിച്ചു. വാരപ്പെട്ടി സഹകരണ ബാങ്കിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി VN വാസവൻ നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.